ഹലോ മാഡം, അടുത്ത ആഴ്ച തന്നെ ഓണപ്പതിപ്പ് ഇറങ്ങണം. നാളെ നാളെ വിടട്ടെ? നാളെ വൈകുന്നേരം ആളെ വിട്ടോളൂ. നർത്തകിയുടെ കാൽച്ചിലമ്പിൻ നാദം പോൽ അവളുടെ ലാസ്യഭാവത്താൽ ഉതിരുന്ന നീർമണികളാണോ ഓരോ മഴത്തുള്ളികളും എന്ന് ഞാൻ ശങ്കിക്കുന്നു. ചിലപ്പോൾ മേഘങ്ങൾ തങ്ങളുടെ മുത്തുമാലകളിൽ മുത്തുകൾ കോർക്കുകയാവും. അവ പതിക്കുന്നത് ഭൂമിയുടെ മാറിലേക്കും മനസ്സിലേക്കും. എവിടെ തിരിഞ്ഞാലും എവിടെ തിരഞ്ഞാലും നിന്റെ ഭാവം, ലാസ്യം. എഴുത്ത് എവിടെ വരെയായി? വല്ലോ നടക്കുവോ? എന്താ വിഷയം? ഇതുവരെ ആരും എഴുതാത്തൊരു സൃഷ്ടി എന്നും മനസ്സും ശരീരവും ഒരുപോലെ നനച്ചവൾ, മഴ. ഓ, സാഹിത്യം ചടപറ പെയ്യാണല്ലോ. ഓ, എഴുതിക്കോ, ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സുധാകരൻ്റെ വീട്ടിൽ ആ വടക്കുവശത്ത് ചാഞ്ഞുന്ന പ്ലാവ് വീണ് വീട് പോയി. ഇനി ആ പാവത്തുങ്ങൾ എവിടെ പോയി കിടക്കുമെന്ന്. മഴയ്ക്കൊപ്പം വിരുന്നെത്തുന്ന മാരത, നിനക്ക് തലോടാനും തല്ലാനും അറിയാം അല്ലേ? ഭാവം ലാസ്യം തന്നെയല്ലേ? മോളെ, എഴുത്തിലാണോ? ഒരു 1000 രൂപ എടുക്കാനുണ്ടോ? അടുത്ത ആഴ്ച തരാം. ഈ നശിച്ച മഴ കാരണം അറിയാൻ 4 ദിവസമായി ജോലിയില്ല. അച്ഛാ, ഒരു 2000 രൂപ എടുത്ത് ലീലകേശിക്ക് കൊടുത്തേക്കൂ. അയ്യോ മോളെ, 1000 രൂപ മതി. ഇപ്പൊ തന്നെ കുറെ ആയില്ലേ, എങ്ങനെ തരാനാ? ഞാൻ തിരിച്ചു ചോദിച്ചില്ലല്ലോ. കുട ചൂടി വന്നത് കണ്ണുനീർ തുള്ളികൾ നിന്നിൽ നിന്ന് മറയ്ക്കുവാനോ? നിൻ കണവും കണ്ണീർ കണവും ഉണ്മയുടെ തേങ്ങലും കറുത്ത ശീലപക്ഷിയാൽ മറച്ചിടുന്നു. കാറ് മൂടുന്നത് ആകാശവീഥിയിലോ കാളിമ പരത്തുന്നത് മനതാരിലോ? ഞാനറിയാതെ നിന്നിൽ ചായങ്ങൾ മാറിയതെങ്ങനെ? ആകാശവേദിയിൽ എൻ്റെ നർത്തകിക്ക് കാലിടറുന്നുവോ? അവളുടെ താളങ്ങൾ പിഴയ്ക്കുന്നുവോ? ഭൂമി മാറിലേക്ക് ഏറ്റുവാങ്ങുന്ന മുത്തുകൾ ശോണിതമാകുവതെന്തേ? ഹലോ, എന്തുണ്ട് മാഡം?
ഉം. എന്നിട്ടിപ്പോൾ രണ്ടാളും എവിടാ? ഈ മഴയത്തോ? ശരിയാ, റെയിൻ ഡേറ്റ് അല്ലേ? മഴയും പ്രണയവും പണ്ടേ കട്ടൻ ചായയും പരിപ്പടയും പോലെ ആണല്ലോ. ഓ, നടക്കട്ടെ നടക്കട്ടെ. ശരി ശരി. കാറ്റിന് മാത്രമല്ല മഴയെ നിനക്കും കാമുക വേഷം നന്നായി ഇണങ്ങുന്നല്ലോ. നിന്റെ ഓരോ തുള്ളിയും ഓരോ സ്പർശങ്ങളായി, ഓരോ നിശ്വാസങ്ങളായി എന്നിൽ നിറയുന്നു. കോടമഞ്ഞിൻ തണുപ്പിൽ പ്രണയം എൻ്റെ സിരകളിൽ അഗ്നിയായി ജ്വലിക്കുന്നു. പ്രണയവിരഹങ്ങൾ ഒരു മാത്രയിൽ നീ എങ്ങനെ മാറി മാറിയാടുന്നു. ഒരു നിശ്ചയവുമില്ല നിൻ ചിത്തത്തിൽ മറിമായങ്ങൾ കാണുവാൻ ഇവൾക്കെന്നും. എങ്ങോട്ടാ ജലാധരേട്ടാ ഈ മഴയത്ത്? ആ മോളിവിടെ ഉണ്ടായിരുന്നോ? 2 ദിവസമായി നല്ല മഴയല്ലേ? വേനൽ കനത്തപ്പോ ഉള്ളിലൊരു ആന്തലായിരുന്നു. ഇപ്പോഴാ ഒരു സമാധാനമായേ. പറമ്പിൽ ഇപ്പൊ പോയാലേ പണിയെടുക്കുക. നീര് വറ്റിയ പാടങ്ങളും വരണ്ടുണങ്ങിയ പറമ്പുകളും നിന്റെ വരവോടെ ജീവൻ്റെ തുടിപ്പുകൾക്കായി ഗർഭപാത്രങ്ങൾ ഒരുക്കി. അന്നമാകാൻ, ആയുസ്സാകാൻ, ഭൂവിന് ആനന്ദമാകാൻ നീ പെയ്തിറങ്ങി. എവിടെ വരെ ആയി? രാവിലെ തുടങ്ങിയതാണല്ലോ. വല്ലതും നടക്കുമോ? വല്ലാത്ത മഴയാണല്ലോ. എനിക്കൊരു ചായ മറ്റോ വേണോ? ആ, ഒരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. ആ, മീരെ വിളിച്ചായിരുന്നു. നാളെ വരുൺ പോയിട്ട് 2 വർഷം തികയാണത്രേ. കർക്കിടകത്തിൽ ഇങ്ങനെ ഒരു മഴയത്താണല്ലോ മഴ അവനെ കൊണ്ടുപോയത്. എന്തു സന്തോഷമായിരുന്നു. ഇപ്പോഴോ പറക്കം പറ്റാത്ത 2 കുഞ്ഞുങ്ങൾ, അവളും മാത്രം. ഈ മഴ ചിലപ്പോൾ അവളുടെ കണ്ണീരായിരിക്കും. ഓരോ മഴയും അവളുടെ ഉള്ളിൽ ആദ്യം അത് ഇങ്ങനെ ഒരു വിരി. എൻ്റെ കൈത്തലങ്ങളിലേക്ക് പതിക്കുന്നത് ആയിരങ്ങളുടെ കണ്ണുനീർ കണങ്ങളാകുമോ? മനസ്സ് വിങ്ങുന്നു. പെയ്തു തോരുന്നത് വേദനകളോ നൊമ്പരപ്പൂക്കളോ?
നീ എനിക്കെന്നും പത്മരാജൻ മാഷിൻ്റെ ക്ലാരയായിരുന്നു. ആമയുടെ നനയാൻ മറന്ന നഷ്ടപ്പെട്ട നീലാംബരിയായിരുന്നു. നിന്നിലെ ഓരോ ചലനങ്ങളെയും ഞാൻ കൊതിയോടെ ചേർത്ത് നിർത്തിയിരുന്നു. പലപ്പോഴും വാരി പുണർന്നിരുന്നു. കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ശക്തമായ മഴയിലുണ്ടായ ഉരുൾപൊട്ടൽ ആയിരങ്ങളാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം പോലും ദുസ്സഹമാണ്. കേരളമാകെ ഇപ്പോൾ റെഡ് അലർട്ടിലാണ്. മഴ ദുരന്തത്തിന്റെ ശക്തി ഭീകരമാകുമെന്ന ആശങ്കയാണ് നാടാകെ. എവിടെയാണ്, എപ്പോഴാണ്, എന്നാണ് നിന്റെ ഭാവം മാറിയത്, ചുവടുകൾ പിഴച്ചത്? എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കാത്തിരുന്ന ചായക്കൂട്ടുകൾ ഇപ്പോൾ നിന്നിലില്ല. നിന്റെ ഗന്ധം ഇപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്നു. മാറുന്ന ഭൂമിയെയും മനുഷ്യനെയും പോലെ നിന്റെ ഭാവവും മാറുന്നു. വർഷത്തിൻ്റെ നിന്നെ കാത്തിരിക്കുന്ന കണ്ണുകൾ ഇപ്പോൾ ഭയം നിറയുന്നത് ഞാൻ അറിയുന്നു. നിനക്കിപ്പോൾ ഒരു ഭാവം മാത്രം, ഭാവം രൗദ്രം.